നിനക്കൊക്കെ വീട്ടിൽ വന്നൊന്ന് ഇരിക്കാൻ പോലും സമയമില്ലല്ലേ? ഇത് നിന്റെ കൂട്ടിക്കൊടുപ്പിന്റെ വിഹിതമാണ്. മറ്റേടത്ത വർത്താനം പറയുന്നു. നീയൊക്കെ ആരോടാ കളിക്കുന്ന നിനക്കൊന്നും അറിയില്ല. ആരുടെ കൂടെയാണ് നീ കിടന്ന് കളിക്കുന്നേ? നിനക്ക് എന്താണ് അറിയേണ്ടത്? മിണ്ടരുത്. മേരി ടീച്ചറുടെ മരണം കൊണ്ട് ഏറ്റവും കൂടുതൽ ലാഭമുണ്ടായത് ആർക്കാണെന്ന് അറിയോ നിനക്ക്? എഡ്ഡി ജോൺ കുരിശിങ്കൽ. നിന്റെ ലാഭം 20 ലക്ഷം രൂപ. ടോണിയും മേയറുമായിട്ട് നിനക്ക് എന്താ ബന്ധം? എനിക്കെന്ത് ബന്ധം? ചോദ്യം വേണ്ട, ഉത്തരം മതി. മേയറും ടോണിയും കൂടെ നടന്ന ബ്ലേഡ് കമ്പനിയിൽ നിന്ന് ബിസിനസിന് വേണ്ടി കുറച്ച് കാശ് എടുത്തിരുന്നു. ഇപ്പൊ കടത്തിന് മേൽ കടത്തിലാ ഞാൻ. ഓ, അപ്പൊ നീ നിന്റെ കടം തീർക്കാൻ കണ്ട വഴിയാണോ? അമ്മയെ കുറിച്ച് സംസാരിക്കാൻ നിനക്ക് എന്താ അർഹത? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അമ്മ എങ്ങനെ ജീവിച്ചെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? വരുന്നവർക്കും പോകുന്നവർക്കും കൈ നിറയെ വാരി കൊടുക്കുന്ന മേരി ജോൺ കുരിശിങ്കലിന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയാമോ? വട്ടപൂജ്യം. നിനക്ക് 2 പെമ്മക്കളല്ലേ എന്ന് പറഞ്ഞ അമ്മ ഇൻഷുറൻസ് എടുത്തത്. അതിന്റെ തവണ പോലും അമ്മയ്ക്ക് കൃത്യമായി അടയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. അമ്മ പറഞ്ഞുകൊണ്ട് മാത്രമാ ഞാനത് എങ്ങനെയൊക്കെ അടച്ചത്. സത്യത്തിൽ അതിന്റെ നോമിനി പോലും ഞാനാണെന്ന് അറിയുന്നത് ഇപ്പോഴാ. നീ എന്തിനാ ടീച്ചർ ജോർജിന് കൊടുത്ത പരാതി കീറിക്കളയാൻ പറഞ്ഞത്? ടോണിയുടെ മേരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് തിരിച്ചടയ്ക്കാൻ പോലും പറ്റാതിരിക്കുമ്പോ ഇങ്ങനെ ഒരു പരാതി കൂടി ആയാൽ അവരെന്നെ തീർക്കുമെന്ന് ഉറപ്പാ. ഞാൻ ഇല്ലാതായ അമ്മ, എന്റെ 2 മക്കൾ, സെലീന, 4 പെണ്ണുങ്ങൾ അനാഥരാകുന്നത്. ഈ അവസ്ഥയിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ടീച്ചറിന്റെ പരാതി നീ കീറിക്കളയാൻ പറഞ്ഞപ്പോ എന്നെ നിന്നെയും പോലുള്ള കുറെ തന്തയും തള്ളയില്ലാത്ത പിള്ളേരുടെ ജീവിതം കൂടിയാണ് നീ കീറിക്കളഞ്ഞു. ബിലാലെ, ആന്റിക്കിന്റെ കൂടെ മേയറും ടോണി ഇവിടുന്ന് പിള്ളേരെ കയറ്റി അയക്കുന്നോട് അന്വേഷിക്കണമെന്ന് ടീച്ചറുടെ പരാതിയിലുണ്ടായിരുന്നു. വെളുക്കുമ്പോ പടിയായിക്കോ, ഇല്ല നിന്നൊക്കെ വീട്ടിൽ തീർക്കും. എന്നാ കയറി തീർക്കടാ, തീർക്കടാ. വാടാ, വിജയുടെ വിജോ ഞങ്ങൾക്ക് ജീവിക്കണടാ. ബൈ ബൈ. വിജു,
ഒറ്റ പേര്. സായിബ് ടോണി. Bilal, don't know what to say. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങളുടെ കുറ്റബോധം, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ബിലാൽ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. ടീച്ചറിന്റെ കേസ് പ്രൂവ് ചെയ്യേ എന്റെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ടീച്ചറിനെ കൊന്നവർ ഇനി ജീവിച്ചിട്ടില്ല. ബാലാജി വേണ്ട. ഇനിയും ഇങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾ തന്നെ വീണ്ടും പറയും. ബിലാൽ, ഐ ഹാവ് മൈ ലിമിറ്റേഷൻസ്. എനിക്കതില്ല. ഹലോ, മേയറാണ്. സർ. ഞാനിവിടെ ഹെറിറ്റേജ് ഹോട്ടലുണ്ട്. ബാലാജി, എന്താ ഇത്? ഈ സിറ്റി ഇപ്പൊ കുറെ ഗുണ്ടകളുടെ കയ്യിലാ. മേരി ടീച്ചറുടെ കൊലപാതകം, ഇപ്പോ ആ പയ്യൻ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സർ, ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട് സർ. എന്ത് ഇൻവെസ്റ്റിഗേഷൻ? ഞാൻ ഈ സിറ്റി മേയറാ. ഈ നഗരത്തിൽ നടക്കുന്ന ക്രൈമുകൾക്ക് ജനങ്ങളോട് ഞാനാണ് ഉത്തരം പറയേണ്ടത്. സർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ആ ബിലാലിനെ അറസ്റ്റ് ചെയ്യാത്തത്? അത് സാർ, അറസ്റ്റ് ചെയ്യാൻ നോ എവിഡൻസ്. ഞാൻ അന്വേഷിച്ചു. അയാളുടെ വീട്ടിലേക്കാണ് ഗുണ്ടകൾ വന്നത്. They killed his brother. അയാളുടെ ഫാമിലി രക്ഷിക്കാൻ അയാൾ ഷൂട്ട് ചെയ്തത്. ഇറ്റ്സ് ജസ്റ്റ് സെൽഫ് ഡിഫൻസ്. പിന്നെ സർക്കാർ തലയ്ക്ക് വിളയിട്ടിരിക്കുന്നവരാ അവിടെ തീർന്നിരിക്കുന്നത്. ഓ, അതിന്റെ അർത്ഥം നിങ്ങൾ ബിലാലിനെ അറസ്റ്റ് ചെയ്യുന്നില്ല. അതെന്റെ ആവശ്യമില്ല സർ. ഈ പണി ചെയ്യാൻ തനിക്കെന്താടോ അവനാണോ കാശ് തരുന്നത്? എനിക്ക് ഈ പണി ചെയ്യാൻ നിങ്ങളുമല്ല കാശ് തരുന്നത്. പിന്നെ എനിക്ക് ഇതൊന്നും ഇവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. യു ആർ ജസ്റ്റ് ദ മേയർ ഓഫ് ദ സിറ്റി. നാട്ടിലെ മുഖ്യമന്ത്രി അല്ലല്ലോ ഇത്ര വേവലാതിപ്പെട. തെളിവുണ്ടെങ്കിൽ ഞാൻ അറസ്റ്റ് ചെയ്യും. തൽക്കാലം അങ്ങനെ ചെയ്യാൻ നിവൃത്തികൊള്ളൂ. എന്ത് എവിഡൻസ്? തെളിവുണ്ടായിട്ടാണോ നിങ്ങൾ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നത്? തെളിവൊന്നും വേണ്ടെങ്കിൽ ചില മാന്യന്മാരെടുത്ത് അകത്തോട്ടിടും. പിന്നെ തെളിയാത്തത് പലതും തെളിയും. എന്താ ACP ഇത്? ഇവിടെ 5-6 മാസമല്ലേ ഉള്ളൂ. അതങ്ങ് ചുമ്മാ സെലിബ്രേറ്റ് ചെയ്യേ. സാർ, നിങ്ങൾ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എൻ്റെ സംസ്കാരം മാന്യതം. സാർ, நான் மெட்ராஸில் பிறந்து வந்தேன் சார். இதை விட பெரிய ரோடிலாம் நான் பார்த்தேன் சார். ஐ எம் கோயிங் டு செலிப்ரேட்.
டீச்சரை கொண்டவன் ஆன்டிக்கிற பேரில் குழந்தைகளை வெளிநாடு அனுப்பணும்லாம் இன்னும் 6 மாசத்துல என்கவுண்டரில் போட்டு தள்ளிட்டு அதுக்கப்புறம் செலிப்ரேட் பண்ணுவோம் சார். அது வரைக்கும் இந்த தேவையா பசங்கிட்ட பேச வேண்டிய அவசியம் இல்லை சார். யார் சார்? ഓവർ കോൺഫിഡൻസ് നല്ലതല്ല. ടോണി ഇയാളൊരു IPS ഓഫീസറാ. ഞാൻ പറഞ്ഞിട്ട് അയാൾ വന്നത്. ഇനി ഞാൻ പറയും, താൻ അനുസരിക്കും. അസി